മാതാവിന് യേശുവിനെ കൂടാതെ വേറെ മക്കളുണ്ടായിരുന്നു. ഇത് ചില ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്ന തികച്ചും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പണ്ട് മുതലേ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അങ്ങനെ അല്ലാന്ന് നമുക്കറിയാമെങ്കിലും അത് കാര്യകാരണ സഹിതം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. മറിയം ജീവിതകാലം മുഴുവൻ നിത്യകന്യകയായിരുന്നു എന്നുള്ളത് സഭയുടെ ഒരു പ്രബോധനമാണ്. ആദിമസഭയുടെ ഒരു ഔദ്യോഗിക പ്രബോധനമാണ്. മത്തായി 12:46 അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഇതാണ് ആ വചനം. സത്യമാണ്, യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇനി ആരാണ് ഈ സഹോദരന്മാരെന്ന് നോക്കാവേ. ഇവര് യേശുവിന്റെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളല്ലായിരുന്നു എന്നുള്ളതിന് സഭ 4 കാരണങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ യേശുവിന്റെ അമ്മയായിരുന്നു എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ സഹോദരന്മാരുടെ അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു എന്ന് ഒരു വചനം പോലും പറയുന്നില്ല. യേശുവിന്റെ അമ്മയും സഹോദരന്മാരെന്നാണ്, അമ്മയും മക്കളും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെന്ന് പറയുന്നവരുടെ പേരും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. മാർക്കോസ് 6:3 ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ. അപ്പൊ ഇതിൽ സഹോദരർ എന്ന് പറയുന്ന 4 പേരുടെ പേര് നമുക്ക് കിട്ടി. അപ്പൊ ഇതില് യാക്കോബിന്റെയും യോസയുടെയും അമ്മ ഒരു മറിയമാണ്. അത് ഏത് മറിയമാണെന്ന് നമുക്ക് നോക്കാവേ. മാർക്കോസ് 15:40 ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ മറിയം പരിശുദ്ധ മറിയം അല്ലെന്ന് പറയാൻ കാരണം ഇത് യേശുവിന്റെ മരണസമയത്തെ ഒരു വചനമാണ്. അപ്പം യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിൽപ്പുണ്ട്. ഇത് ദൂരെ മാറി നിന്നിരുന്ന സ്ത്രീകളെ പറ്റി പറയുമ്പോഴാണ് ഈ മറിയത്തെ പറ്റി പറയുന്നത്. അപ്പം സഹോദരരാണ്, പക്ഷെ രക്തബന്ധത്തിലുള്ള സഹോദരരല്ല ഇവര്. ഇനി അടുത്തൊരു കാര്യം, ഹെബ്രായ ഭാഷയിൽ കസിൻ എന്നതിന് പ്രത്യേകിച്ചൊരു വാക്കില്ല. നമ്മൾ സിബ്ലിങ്സ്, കസിൻസ് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് പോലെ കസിൻ എന്നതിന് ഹെബ്രായ ഭാഷയിൽ ഒരു വാക്കില്ല. സഹോദരങ്ങൾക്കും കസിൻസിനും അഡൽഫോസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ലോത്തിനോട് അബ്രാഹാം പറയുന്നുണ്ട് നമ്മൾ സഹോദരങ്ങളാണല്ലോ എന്ന്. പക്ഷെ ശരിക്കും അബ്രാഹത്തിന്റെ കസിനാണ് ലോത്ത്. ഇതിന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. 1 ദിനവൃത്താന്തം 23, 21, 22, നിയമാവർത്തനം 23:7, 2 രാജാക്കന്മാർ 10, 13, 14 ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനിയും അതുകൂടാതെ അമ്മാവൻ, അനന്തരവൻ, അകന്ന ബന്ധുക്കള് ഇവരെയൊക്കെ സഹോദരങ്ങൾ എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. അഡൽഫോ എന്ന വാക്ക് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് ഉൽപ്പത്തി 13:8, 1 സാമുവേല് 18:3 ഒക്കെ. അടുത്തൊരു കാര്യം, സ്വന്തം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ യേശു സ്വന്തം അമ്മേനെ വെറുതെക്കാരനായ യോഹന്നാനയിൽ ഏൽപ്പിച്ചു കൊടുക്കുവോ? ഇല്ല. ആരും ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. മാത്രമല്ല യഹൂദരുടെ ഇടയിൽ സ്വന്തക്കാർ നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിയമലംഘനവും കൂടിയാണ്. മരിക്കുമ്പോൾ യേശു അങ്ങനെ ഒരു നിയമലംഘനം ചെയ്യുമോ? സഭ ഇത് പഠിപ്പിക്കുന്നത് പരിശുദ്ധമ്മയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ യേശുവിന്റെ ജനനം അത്രമേൽ യൂണീക്ക് ആയിരുന്നു. അതൊരു സ്പെഷ്യൽ ഈവന്റ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും 5-6 പ്രസവിക്കാനിരിക്കുന്ന ചേച്ചി ആ കൂടെ ദൈവം കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ദൈവം പരിശുദ്ധമ്മേനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. യേശുവിന് വേണ്ടി മാത്രം ദൈവം ഒരുക്കി മാറ്റി നിർത്തിയവളാണ് പരിശുദ്ധമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.